ഇന്ന് രാവിലെ തൊട്ട് അടിയും ഇടിയും ബഹളം തന്നെയായിരുന്നു കേട്ടോ സുടുക്കൂട്ടൻ. എന്നിട്ട് ഇടുക്കിയിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ തന്നെയായിരുന്നു. തലമുടി പിടിച്ച് വലിക്കലും ഇടിക്കലും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ തന്നെ കരയുമായിരുന്നു. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു റീൽസ് ഇടാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. സത്യത്തിൽ ഇന്ന് നമ്മുടെ മക്കളുടെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കൊന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ തലയിൽ പിടിച്ച് മുടി ഒരു 9 എണ്ണെങ്കിലും പിടിച്ച് വലിച്ച് അവൻ്റെ കയ്യിലെടുത്ത് പറിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടെന്ന്. ഇന്നെൻ്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോയി സത്യത്തിൽ. എന്താ ചെയ്യുക, നമ്മുടെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മക്കളായി പോയില്ലേ, പിന്നെന്താ ചെയ്യുക. അവർക്ക് അറിയില്ല, ഒന്നും അറിയില്ല. എന്തിട്ട് വേദനയാണ് എടുക്കണത്, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇന്ന് എടുത്തുകൊണ്ട് നടന്ന് എൻ്റെ നടുവരെ ഒടിഞ്ഞു എന്ന് സത്യത്തിൽ. എന്താ ചെയ്യുക, നമുക്ക് അങ്ങോട്ട് തോളിലിടാനും പറ്റണില്ല, എടുക്കാനും പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്ക് എന്തോരം നേരം എടുക്കാനായിട്ട് പറ്റും. ഇന്ന് കരച്ചിലും വാശിയും തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഇന്ന് ഒന്ന് ഇരിക്കാൻ വരെ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ ദിവസം. ഇടി തന്നെയായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല. വേദന ഉണ്ടായിട്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. സുടുക്കുട്ടൻ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു കേട്ടോ. മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചതായിരുന്നു കേട്ടോ. കഴിഞ്ഞ് പെട്ടെന്ന് പോയി തലേന്ന്. അപ്പോൾ എനിക്ക് എടുക്കാനോ പിടിക്കാനോ ഒന്നിനും പറ്റിയില്ല എന്നിട്ടോ സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തോളിലേക്ക് കയറ്റാനായിട്ട് പറ്റണ്ടേ, ഇവന് ഇരിക്കുന്ന കാരണം കൊണ്ട്. വാശി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബലം പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാനും തോളിടാനും ഒന്നിനും പറ്റില്ല. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ വിചാരിച്ച പോലെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ സുടുക്കുട്ടനെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ വീൽ ചെയറിലൊക്കെ ഉന്തി നടന്നു. പക്ഷേ അവൻ വീൽ ചെയറിൽ ഇരിക്കാനില്ല, അടങ്ങിയൊരുങ്ങി. അപ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണം കണ്ടിട്ട്. പക്ഷേ എനിക്ക് തോളിലിട്ടിട്ട് ഈ പറഞ്ഞ പോലെ എടുക്കാനും പറ്റണില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുടുക്കുട്ടൊന്ന് അടങ്ങി ഒതുങ്ങി തോളിൽ തന്നെ കിടന്നു കേട്ടോ. പിന്നെ